ഹലോ ഗൈസ്, കവാസാക്കി വേഴ്സസ് X300 വീണ്ടും റീലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. KTMന്റെ അഡ്വഞ്ചർ 390, അതുപോലെ തന്നെ ഹിമാലയൻ 450 അല്ലെങ്കിൽ വിസ്ട്രോം 250, SD അഡ്വഞ്ചർ, സോണ്ടസ് 350 ഒന്നും കണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. പ്യുവർ ADV വേണ്ട, പക്ഷേ അത്യാവശ്യം ഒരു ഓഫ് റോഡ് ഒക്കെ പോകാനും പറ്റിയതും അതേപോലെ തന്നെ ലോങ് ട്രിപ്പിനും പറ്റിയ ഒരു ബൈക്ക്. അണ്ടർ 4 lakhs വരുന്ന ഒരു ബൈക്ക്. ജാപ്പനീസ് ബൈക്ക് ആയിരിക്കണം, അത്യാവശ്യം റിലയബിൾ ആയിരിക്കണം, അതുകൂടാതെ റിഫൈൻമെന്റ് കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ. ടയർ MRFന്റെ ഡുവൽ സ്പോർട്ട് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വഞ്ചറസ് ഓറിയന്റഡ് ആയതുകൊണ്ടാവണം സ്പോക്ക് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ടയർ 19 ഇഞ്ചും റിയർ ടയർ 17 ഇഞ്ചും ആണ്. ഫ്രണ്ടിൽ 290 mm ഡിസ്ക് ബ്രേക്കും റിയറിൽ 220 mm ഡിസ്ക് ബ്രേക്കും കൊടുത്തിരിക്കുന്നത് വിത്ത് ഡുവൽ ചാനൽ ABS. ഇനി ഷോക്ക് അബ്സോർബറിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ 41 mm ടെലിസ്കോപ്പിക് ഫോക്കും റിയറിൽ മോണോ ഷോക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 18 cm, സീറ്റ് ഹൈറ്റ് 81.5 cm, 70 ലിറ്റർ ഫ്യൂൽ ടാങ്ക്. എഞ്ചിനിലേക്ക് വരുമ്പോൾ നിഞ്ച 300 സെയിം എഞ്ചിനാണ്. 296cc 4 സ്റ്റോക്ക് 8 വാൽവ് DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചും ഉണ്ട്. 38.8 bhp ആണ് പവർ. ടോർക്കിലേക്ക് വരുമ്പോൾ 26 Nm. വെയിറ്റ് 179 kg ആണ്. ഡിജിറ്റൽ അനലോഗ് മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് കവാസാക്കി വേഴ്സസ് X300 കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ജാപ്പനീസ് ബൈക്കിന്റെ റിലയബിലിറ്റി, റിഫൈൻമെന്റ്. 2 ബെറ്റർ ഹീറ്റ് മാനേജ്മെന്റ്. 3 ഈ സെഗ്മെന്റിൽ മറ്റുള്ള ബൈക്കിനെ അപേക്ഷിച്ച് ബെറ്റർ സീറ്റിംഗ്, വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ്. ഈ സെഗ്മെന്റിലെ മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് റൈഡർ സീറ്റും പില്ലർ സീറ്റും കുറച്ചുകൂടി വൈഡർ ആണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ്. നിഞ്ച 300 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ. അത് കഴിഞ്ഞാൽ റൈഡിംഗ് എർഗണോമിക്സ് ഈസ് ബെറ്റർ ദാൻ നിഞ്ച 300. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.